ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് RRB ജെയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമുക്കറിയാം RRB ജെയുടെ നോട്ടിഫിക്കേഷൻ വരാറായിട്ടുണ്ട്. അതായത് റെയിൽവേ പുറത്തിറക്കിയ 2025 എക്സാം കലണ്ടർ പ്രകാരം റെയിൽവേ RRB ജെയുടെ നോട്ടിഫിക്കേഷൻ വരേണ്ടത് ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ് ഉടൻ തന്നെ നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് RRB ജെയുടെ ജോബ് പ്രൊഫൈലും അതേപോലെ സാലറിയെയും പറ്റിയാണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇതിൻ്റെ ജോബ് പ്രൊഫൈൽ എന്താണ്, ജോലി, അതിൻ്റെ സാലറി എത്രയാണെന്നൊക്കെയുള്ള ഡൗട്ട്സ് നമ്മളോട് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ജൂനിയർ എഞ്ചിനീയറായിട്ട് കയറുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ജൂനിയർ എഞ്ചിനീയറായിട്ട് കയറി നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ, നെക്സ്റ്റ് അഡീഷണൽ ഡിവിഷണൽ നെക്സ്റ്റ് അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ, നെക്സ്റ്റ് ഡിവിഷണൽ എഞ്ചിനീയർ, നെക്സ്റ്റ് സബ് ഡിവിഷണൽ എഞ്ചിനീയർ വരെ ആകാൻ നമുക്ക് സാധിക്കും. ജൂനിയർ എഞ്ചിനീയറായിട്ട് കയറുന്ന ഒരാൾക്ക് സബ് ഡിവിഷണൽ എഞ്ചിനീയർ വരെ ആവാനുള്ള ഒരു ചാൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇതിനിടയിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്കിലും ഈ ഒരു നമ്മൾ ജൂനിയർ എഞ്ചിനീയറിൻ്റെ ഒരു പോസ്റ്റിനെ അത്രത്തോളം വാല്യൂ ഉണ്ടെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. കാരണം ചെറിയൊരു ജോബല്ല ജെഇ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ജോബ് തന്നെയാണ് ജെഇയുടേത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രീം ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഡ്രീം ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പോസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പോൾ ജോബ് പ്രൊഫൈൽ വരുമ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് ട്രേഡുകളുണ്ട്. അതായത് മെക്കാനിക്കൽ കഴിഞ്ഞവരുണ്ട്, സിവിലുണ്ട്, ഇലക്ട്രിക്കലുണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, IT ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചായിരിക്കും അവരുടെ ജോബ് പ്രൊഫൈൽസും വരിക. അപ്പോൾ ഈ ജോബ് പ്രൊഫൈൽസിൽ തന്നെ ഓഫീസ് ജോബുകളുണ്ട്, അതേപോലെ ഫീൽഡ് ജോബുകളുണ്ട്, അതേപോലെ ഓഫീസ് ജോബും ഫീൽഡ് ജോബും കമ്പൈൻഡ് ആയിട്ട് വരുന്നതുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് വരുന്നത്. ഇപ്പോൾ ട്രാക്ക് മെഷീൻസ്, ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ, വർക്ക്ഷോപ്പ്, ജനറൽ സർവീസ്, R&D, സ്റ്റോർ, പ്രൊഡക്ഷൻ യൂണിറ്റ്, സിഗ്നൽസ്, ടെലികമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ അധികം ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിരിക്കും പോസ്റ്റിംഗ് വരിക. അപ്പോൾ നമുക്ക് പോസ്റ്റിംഗ് വരുന്നത് നമ്മൾ ആദ്യം നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നതനുസരിച്ചും അതേപോലെ നമ്മുടെ മാർക്കിനെ അടിസ്ഥാനമാക്കിയുമായിട്ടായിരിക്കും നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ കൃത്യമായിട്ട് നോക്കി നമുക്ക് ഏതാണോ വേണ്ടത്, നമുക്ക് ഓഫീസ് ജോബ് ആണോ വേണ്ടത്, അതോ നമുക്ക് ഇന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്വയം നോക്കി നിങ്ങൾക്ക് ഏതാണോ യോജിച്ചത് അതനുസരിച്ച് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ പിന്നീട് നമ്മുടെ എക്സാം കഴിഞ്ഞ് നമ്മുടെ മാർക്കൊക്കെ വെച്ചിട്ടായിരിക്കും ആ പ്രിഫറൻസിന് നമ്മൾ യോഗ്യരാണെങ്കിൽ നമുക്ക് ആ ഒരു പോസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രിഫറൻസ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു തുടക്കക്കാർക്ക്, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് സാലറി തന്നെ നമുക്ക് 50,000 പ്ലസ് നമ്മുടെ ബൈ ഹാൻഡ് കിട്ടും. അതായത് ബേസിക് സാലറി അല്ല ഞാൻ ഈ പറയുന്നത്, ബേസിക് സാലറിയുടെ കൂടെ തന്നെ മറ്റ് അലവൻസുകളോട് ചേർത്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ആഫ്റ്റർ ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് മറ്റ് അലവൻസുകളും വരുന്നുണ്ട്. അതായത് ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്, റെയിൽവേ ഡ്യൂട്ടി പാസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷൻ അലവൻസ്, അങ്ങനെ ഒരുപാട് അലവൻസുകളും നമ്മുടെ സാലറിയിൽ ആഡായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് അതെല്ലാം കൂടെ ആഡായി വരുമ്പോൾ തന്നെ ഒരു 60,000-ലധികം സാലറി തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞത് 7th പേ കമ്മീഷൻ വെച്ചിട്ടാണ് ഞാൻ ഒരു അനലൈസ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ 2026 8th പേ കമ്മീഷൻ ഔട്ട് ആവുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ പുതിയ നോട്ടിഫിക്കേഷൻ വെച്ച് നമ്മൾ പഠിച്ച് പാസ്സായി ജെഇ ആയിട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 8th പേ കമ്മീഷൻ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാലറി ആയിരിക്കില്ല, അതിനേക്കാൾ കുറച്ചുകൂടി അധികം, അതായത് നമുക്ക് കുറച്ച് അധികം തന്നെ ഹൈക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 8th പേ കമ്മീഷൻ വെച്ചിട്ട് സാലറി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ 60,000 പ്ലസ് ആയിരിക്കത്തില്ല, അതിലും അധികം സാലറി ജെഇക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രീം ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഒരു പോസ്റ്റ് തന്നെയാണ് ജെഇ. അപ്പോൾ അതിനായിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കറിയാം ജെഇ എന്നൊരു പോസ്റ്റിനായിട്ട് സ്വപ്നം കണ്ട് ഒരുപാട് നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കാണും. അതായത് കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ 2024 വന്ന എക്സാം എഴുതി കുറച്ച് മാർക്കിന് ജെഇ കിട്ടാതെ പോയവർ കാണും. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അവർ മത്സരിക്കുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പം അത്രയും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് വേണം നമ്മൾ ഈ ഒരു പോസ്റ്റിനായിട്ട് പഠിക്കാൻ.
അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ എക്സാം വരുന്നത് ഫസ്റ്റ് ഒരു CBT എക്സാം ഉണ്ട്, അത് ക്ലിയർ ചെയ്യുന്നവർക്കായിട്ട് സെക്കൻഡ് CBT 2 ഉണ്ട്, നെക്സ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നീട് മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് CBT 1 ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതിനായിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. CBT 1 തന്നെ നിങ്ങളുടെ CBT 2 നിങ്ങൾ ഏത് ട്രേഡ് ആണോ അതിൻ്റെയും കൂടി സബ്ജക്ട്സുകൾ നിങ്ങൾ പഠിച്ചു പോകുക. കാരണം ജെയുടെ CBT 1 റിസൾട്ട് വന്നു കഴിഞ്ഞ് അധികം ദിവസങ്ങൾ ഇല്ലാതെ തന്നെ CBT 2 എക്സാം നടക്കാറുണ്ട്. അപ്പോൾ CBT 2 പ്രിപ്പറേഷൻ ചെയ്യാൻ അധികം ടൈം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ രണ്ടും കമ്പൈൻഡ് ആയിട്ട് നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ച് കറക്റ്റായിട്ട് പഠിച്ചു പോകണം. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ RRB ജെയ്ക്കായിട്ട് കംപ്ലീറ്റ് സിലബസ് കവറേജ് ഉള്ള കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, അങ്ങനെ എല്ലാ ട്രേഡുകളിലേക്കുമുള്ള CBT 1 അതേപോലെ CBT 2 കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ നോട്ടിഫിക്കേഷൻ എത്താറായിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.